NDA വ്യക്തമായിട്ടുള്ള ഒരു മേൽക്കൈയോടുകൂടി തന്നെ മുന്നേറുന്നു. 113 സീറ്റിൽ NDA, 60 സീറ്റിൽ മഹാസഖ്യം 60 സീറ്റിൽ. അതിൽ കോൺഗ്രസിന്റെ നിലയാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. കോൺഗ്രസ് നേരത്തെ 10 സീറ്റിൽ ലീഡ് ചെയ്തെങ്കിൽ അത് 9 സീറ്റിലേക്ക് കോൺഗ്രസ് ചുരുങ്ങിയിരിക്കുന്നു. മഹാസഖ്യത്തിൽ RJDക്ക് പിന്നാലെ ഏറ്റവും കൂടുതൽ ഒരു ലീഡ് കാഴ്ചവെക്കുന്നത് ഇടത് സഖ്യമാണ്, ഇടത് പാർട്ടികളാണ്. 10 സീറ്റിൽ ഇടത് പാർട്ടികൾ ലീഡ് ചെയ്യുന്നുണ്ട്. 10 സീറ്റിൽ ഇടത് പാർട്ടികൾ ലീഡ് ചെയ്യുമ്പോൾ കോൺഗ്രസിന് 9 സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യാൻ കഴിയുന്നത്. അതുകൂടി നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയണം. ബി ജെ പിയേക്കാൾ കൂടുതൽ സീറ്റിൽ JDUവിന് ഇത്തവണ ലീഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതും ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് വരുമ്പോൾ നിർണായകമാകും. കാരണം NDA സഖ്യം ജയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആരാകുമെന്ന വലിയ ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് JDUവിനാണ് കൂടുതൽ സീറ്റ് കിട്ടുന്നെങ്കിൽ BJPക്ക് ഒരു മുഖ്യമന്ത്രി BJPക്ക് ഇത്തവണയും ബീഹാറിൽ നേടാൻ കഴിയില്ല എന്നതിലേക്ക് കാര്യങ്ങൾ പോകും. എന്തായാലും 117 സീറ്റിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. അതായത് മാജിക് നമ്പറായിട്ടുള്ള 122 സീറ്റ് കേവല ഭൂരിപക്ഷത്തിലേക്ക് NDA സഖ്യം ബീഹാറിൽ എത്തിത്തുടങ്ങി. അതിൽ മഹാസഖ്യത്തിൻ്റെ ലീഡ് ഇപ്പോൾ കുറയുന്നതും നമ്മൾ കാണുന്നു. 117-58ലേക്ക് ഇപ്പോൾ കുറയുന്നു. 117 സീറ്റിൽ NDA, 58 സീറ്റിൽ ഇപ്പോൾ മഹാസഖ്യം എത്തി നിൽക്കുന്നു. എന്തായാലും എക്സിറ്റ് പോളൊക്കെ പ്രവചിച്ചതുപോലെ ആ ഒരു മാജിക് നമ്പറിലേക്ക് ഇപ്പോൾ NDA മുന്നണി എത്തുന്നു എന്നാണ് ഈ വികാസ് ഇൻഷീൽ പാർട്ടിനെ ഒന്നും കൂടെ കൂട്ടിയതിൽ ഒരു ഗുണവും കാണാനില്ലല്ലോ വിഷ്ണു. മഹാഗഡ്ബന്ധനിൽ കാര്യമായ ഒരു സ്വാധീനവും പ്രത്യേകിച്ചും ഈ മത്സ്യബന്ധന മേഖലയിലൊക്കെ ഉള്ളതല്ലേ, അതൊന്നും നേട്ടമുണ്ടാക്കിയിട്ടില്ലല്ലോ. എന്തു പറ്റി പോലും? മനു, തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത്. മഹാസഖ്യത്തിൽ RJD ഒരു നേട്ടമുണ്ടാക്കുന്നു. RJDയും ഇടത് സഖ്യവുമാണ് ഒരു നേട്ടമുണ്ടാക്കുന്നത്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന് വലിയൊരു നേട്ടം കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. വികാസ്ശീൽ ഇൻസാൻ പാർട്ടിക്കും ഒരു നേട്ടം കൈവരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. IIPക്കും അത്തരത്തിലൊരു നേട്ടം കൈവരിക്കാൻ കഴിയുന്നില്ല. മഹാസഖ്യത്തിലാകെ ഇപ്പോൾ RJDയും അതോടൊപ്പം തന്നെ ഇടതു പാർട്ടികളും മാത്രമാണ് ഒരു താരതമ്യം, ഒരു കമ്പാരിസൺ മനു പറഞ്ഞതുപോലെ വിഷ്ണു. ആ ഒരു കമ്പാരിസണിലേക്ക് പോയാൽ ഇപ്പോൾ നമ്മൾ മഹാഗഡ്ബന്ധനെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെ RJD ഒന്നാമത്തെ പാർട്ടി എന്ന നിലയിൽ 45 മണ്ഡലങ്ങളിൽ അവർ ലീഡ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ആകെ നോക്കൂ, 60 ഇടത്താണ് ഇപ്പോൾ മഹാഗഡ്ബന്ധൻ ലീഡ് ചെയ്യുന്നത്. അതിലേതാണ്ട് 45 ഇടത്തും RJD ആണ് ലീഡ് ചെയ്യുന്നത്. അപ്പുറത്ത് NDA മുന്നണിയിലേക്ക് പോയാൽ BJP 49 ഇടത്താണ് ലീഡ് ചെയ്യുന്നത്. ഏതാണ്ട് 1-2 സീറ്റൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏറ്റക്കുറച്ചിലുണ്ടാകാം. പക്ഷേ അത് നോക്കിയാൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ അധികമാണ്. ഒരു 3 സീറ്റ് അധികം ഇപ്പോൾ BJP അവിടെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു 49 ഇടത്ത്. JDU നോക്കൂ, 33 ഉള്ളൂ. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ 33 ഇടത്തേ ഉള്ളൂ. ആ മുന്നണിയുടെ നെടുന്തൂണായി വ്യാഖ്യാനിക്കുന്ന പുകഴ്ത്തുന്ന നിതീഷ് കുമാറിൻ്റെ പാർട്ടി ലീഡ് ചെയ്യുന്നത് 33 ഇടത്തും മാത്രമാണ്. BJP 49 ഇടത്ത്. ആ JDUവിനെ കൂടി MGBയുടെ ഭാഗമായി കൂട്ടിയാൽ കളി മാറി. അത് BJPക്ക് നന്നായി അറിയാം. അതാണ് നിതീഷ് അതെല്ലാം നോക്കിയേ നിൽക്കുകയുള്ളൂ. അപ്പോൾ JDU 33 ഇടത്ത് ലീഡ് ചെയ്യുന്നു. ആ 33ൻ്റെ JDU ലീഡ് മഹാഗഡ്ബന്ധൻ്റെ കൂടെ കൂട്ടിയാൽ കളി മാറും. പക്ഷേ BJP 49 ഇടത്ത് ലീഡ് ചെയ്യുകയാണ്. ചെറുപാർട്ടികൾ അവിടെയുണ്ട്. ആ ചെറുപാർട്ടികളിൽ അത്ര കാര്യമായ സിഗ്നിഫിക്കൻ്റ് നേരത്തെ പറഞ്ഞ പോലെ ഇല്ല എന്നുള്ളതാണ്. ഇപ്പുറത്ത് CPIMലും CPIയും ഒക്കെ ലീഡ് ചെയ്യുന്നുണ്ട്. ചില മണ്ഡലങ്ങളിലൊക്കെ ലീഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് വിഷ്ണു. BJP ആണ് JDUവിനേക്കാൾ വലിയ തോതിൽ വലിയ വ്യത്യാസം കാണുന്നുണ്ട് ആ ലീഡിൽ. ആ മുന്നണിക്കകത്ത് നോക്കിയാൽ 49-33 ആകെ 119 ഇടത്ത് ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ് NDA. MGB 61 ഇടത്തും. വിഷ്ണു, ശരത്, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഇപ്പോൾ 119 ഇടത്ത് NDA ലീഡ് ചെയ്യുന്നു. അതിൽ BJP 52 സീറ്റിൽ BJP മുന്നിട്ട് നിൽക്കുന്നു. 52 സീറ്റിൽ BJPയും 51 സീറ്റിൽ JDU മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അത്തരത്തിൽ 52-51 എന്നൊരു നിലയിലാണ് BJP JDU. അതോടൊപ്പം തന്നെ LJP 8 സീറ്റുകളിൽ LJPയും ലീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മഹാസഖ്യം 61 സീറ്റിലേക്ക്, ശരത്ത് 121
സീറ്റിലേക്ക് ഇപ്പോൾ NDA അവരുടെ ലീഡ് ഉയർത്തിയിരിക്കുന്നു. 122 എന്ന മാജിക് നമ്പറിലേക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് ഇപ്പോൾ NDA ബീഹാറിൽ എത്തിയിരിക്കുന്നു. 122-63 എന്ന നിലയിലേക്കാണ് ഈ ഘട്ടത്തിൽ ഒരു ലീഡ് നില എത്തിയിരിക്കുന്നത്. കേവല ഭൂരിപക്ഷമായിട്ടുള്ള ബീഹാറിൽ 243 സീറ്റുകളിൽ 122 സീറ്റുകളിൽ ഇപ്പോൾ NDA സഖ്യം മുന്നിട്ട് നിൽക്കുന്നു. 122 സീറ്റിൽ അതിൽ കേവല ഭൂരിപക്ഷമായി 122 സീറ്റാണ് ലീഡ് നിലയിൽ ഇപ്പോൾ അതാണ്. അതിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ വരാതെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ NDA സംബന്ധിച്ചത് ഒരു വലിയ നേട്ടം തന്നെയാണ്. അത് വെച്ച് നോക്കുമ്പോൾ വളരെ പിന്നിലാണ് MGB എന്ന് പറയാം, 63 മാത്രമാണ്. അങ്ങനെ ആ NDA 122 സ്ഥലത്ത് ലീഡ് ചെയ്യുമ്പോൾ അതിൽ വലിയ ഏറ്റവും അധികം മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്ന മുന്നണിക്കകത്ത് BJP ആണ് എന്ന് വരുന്നുണ്ട്. അതായത് നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ പാർട്ടി അത് കയ്യാലപ്പുറത്തെ തേങ്ങയായിരിക്കും. നിശ്ചയമായും അത് BJP കനിഞ്ഞാൽ മാത്രമേ നിതീഷ് കുമാറിന്, കാരണം ആ മുന്നണിയിലെ ഒന്നാമത്തെ കക്ഷിയായി JDU വരാൻ പോകുന്നില്ല എന്നുള്ളത് വ്യക്തം.